ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ക്രിസ്മസിൻ്റെ സെക്കൻഡ് പർച്ചേസിംഗ് ആണ് ഇന്ന് നടക്കുന്നത്. ഞാൻ പോവാത്ത ഒരുപാട് ഷോപ്പുകളുണ്ട്, കഴിഞ്ഞ വർഷവും പോവാത്ത ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോയാലോ, വാ. ഡിസംബർ എത്തി, ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളും എല്ലാം വീട്ടിൽ പയ്യെ പയ്യെ ചെയ്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത് വന്നത് വുഡ് ആപ്പിൾ എന്ന് പറയുന്ന ഒരു സ്റ്റോറിലോട്ടാണ്. ഇത് എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് വളരെ തൊട്ടടുത്ത് തന്നെ കിടക്കുന്ന ഒരു പ്ലേസാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം എനിക്കിവിടെ വരാനായിട്ട് പറ്റിയില്ല. അപ്പം എല്ലാ വർഷവും ഏതെങ്കിലുമൊക്കെ ഒരു ഷോപ്പൊക്കെ ഒന്ന് മിസ്സായി പോകും കേട്ടോ. ഒന്നിലധികം ഷോപ്പുകൾ മിസ്സായി പോവും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ച് കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ ഞാൻ അങ്ങനെ പർച്ചേസിങ്ങിനൊന്നും പറഞ്ഞ് ഇറങ്ങാറില്ല കേട്ടോ. അപ്പോൾ ഈ ഷോപ്പ് ഇത് ഇവരുടെ ഫസ്റ്റ് ഫ്ലോറാണ്. ഇവർക്ക് 2 ഫ്ലോർ ഉണ്ട്. ഇതിലിവർ ഒരു സൈഡിലെ വൈറ്റും പിന്നെ കുറച്ച് ഗോൾഡൻ ബ്രൗൺ ആ ഒരു ഗ്രീൻ തീമിലും വേറൊരു സൈഡ് റെഡും ഗോൾഡനും ഒക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള രീതിയിലുമാണ് ഇവർ താഴത്തെ ഫ്ലോറിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. രണ്ടിൻ്റെയും ഡിഫറൻസ് ശരിക്കും നമുക്ക് ആ ഷോപ്പിൽ കയറുമ്പോൾ തന്നെ അറിയാൻ പറ്റും. രണ്ടും കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കൂടുതലും വുഡ് വെച്ചിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണ് നമുക്ക് വെക്കുന്ന ക്യൂരിയോസുകളാണ് കൂടുതലും ഉള്ളത്. പിന്നെ ഇങ്ങനെയുള്ള ഷോപ്പുകളിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഐഡിയകൾ കിട്ടും. ഇപ്പം കാണുന്ന പോലെ ഈ പൊമിഗ്രനേറ്റിൻ്റെ ഡെക്കറേഷൻ ഒക്കെ ഭയങ്കര ഡിഫറെൻ്റായിട്ട് നമ്മൾ കാണുന്നതാണ്. പിന്നെ ഇപ്പം ഞാൻ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ, അതിൽ ആ വൈറ്റ് ഫ്ലവർ എനിക്ക് ചെയ്യാനറിയാം. അതുകൊണ്ട് എനിക്ക് ആ ഡെക്കറേഷൻ ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാനത് നോക്കിയിട്ട് ഞാനത് അവിടെ തന്നെ വെച്ചു. നമുക്ക് നോക്കിയിട്ട് എടുക്കാമെന്നും പറഞ്ഞിട്ട് നമുക്കിങ്ങനെ പോകുമ്പോൾ നമുക്ക് കുറേ ഐഡിയകൾ കിട്ടും. ഇപ്പോൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബൊക്കെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് ഐഡിയകൾ കിട്ടും കേട്ടോ. ഇതുപോലെ കുഷ്യൻസിൻ്റെ നല്ലൊരു കളക്ഷനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതലുള്ളത് റെയിൻഡിയേഴ്സാണ്. കഴിഞ്ഞ ദിവസം മോള് പറയുന്നുണ്ടായിരുന്നു പലതരത്തിലുള്ള റെയിൻഡിയേഴ്സിൻ്റെ കളക്ഷൻസ് നമുക്കുണ്ടമ്മാന്ന്. അത് എനിക്ക് കൂടുതലും ഇതിനെ വെക്കാൻ വീട്ടിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അതിനെ ഇങ്ങനെ എപ്പോഴും മേടിച്ചുകൊണ്ടിരിക്കും, കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇത് കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പൊമിഗ്രനേറ്റിൻ്റെ ഡെക്കറേഷൻ എന്നുള്ളത്. ഇത് നമുക്ക് ഈസി ആയിട്ട് ഫ്രഷ് പൊമിഗ്രനേറ്റ് വെച്ചിട്ടും നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുമേ. ഇതിപ്പോൾ കാണുന്നത് അവരുടെ ഫസ്റ്റ് ഫ്ലോറിലാണ്. നമ്മൾ താഴെ അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാത്തിൻ്റെയും സിംഗിൾ പീസുകളെല്ലാം നമുക്ക് മോളിൽ നിന്ന് മേടിക്കാനായിട്ട് പറ്റും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ഷോപ്പുകളിലൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ 1-2 ഐറ്റംസൊക്കെ മേടിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ, നമ്മളിവിടെയെല്ലാം വന്നിട്ട് കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഐഡിയകൾ നമുക്ക് വരും. നമ്മുടെ വീട്ടിൽ അങ്ങനെ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും, ഇങ്ങനെ വെച്ച് നോക്കാം എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള പ്രൈസിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഓരോ ഷോപ്പിലും ഞാൻ വരുമ്പോൾ ഞാനൊരു ബഡ്ജറ്റ് ഇടും കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന മാതിരിയേ ഞാൻ മേടിക്കാറുള്ളൂ. കാരണം ഒരുപാട് സാധനങ്ങളൊന്നും അങ്ങനെ വലിച്ചു വാരി മേടിച്ച് കൂട്ടില്ല, എല്ലാ വർഷവും നമുക്ക് മേടിക്കണ്ടേ. ഇതുപോലെ ഫ്ലവേഴ്സിൻ്റെ ഒരു സെക്ഷനും ഉണ്ട്, കുഷ്യൻ കവേഴ്സിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മുകളിലാണെങ്കിലും അവർ ഒരു വൈറ്റ് തീമിലുള്ളത് വേറൊരു സെക്ഷനായിട്ടും, വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ്, ഒരു ബ്രൗൺ ഷെയ്ഡ്, ഗ്രീനൊക്കെ കൂടിയിട്ടുള്ളത് വേറൊരു സെക്ഷനായിട്ടും, റെഡ് മിക്സായിട്ട് വരുന്നത് വേറൊരു സെക്ഷനുമായിട്ടാണ് അവർ വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും ആ ഡിഫറൻസ് മനസ്സിലാവുമേ. പിന്നെ എല്ലാ ഷോപ്പിലും ഉള്ളതുപോലെ തന്നെ ഗാർലറ്റ്സ്, പിന്നെ റീത്സ്, കുഷ്യൻ കവേഴ്സ് എല്ലാം ഉണ്ട്. കുഷ്യൻ കവേഴ്സിൻ്റെയൊക്കെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഡിഫറെൻ്റായിട്ട് ഡോറിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വാൾ ഡെക്കറേഷന് പറ്റുന്ന രീതിയിലുള്ള ഐറ്റംസുകളും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഏറ്റവും ആവശ്യമായിട്ടുണ്ടായിരുന്നതെന്ന് അറിയുമോ, ഇവർ ഈ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്ന സാധനങ്ങളുടെ ഇടയിലെല്ലാം സെയിലിനല്ലാത്ത ഐറ്റംസുകൾ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാകുന്നത് അങ്ങനത്തെ ഐറ്റംസുകളായിരുന്നു. അതായത് കുഞ്ഞു ലീഫുകൾ, ചെറിയ പൈൻ്റെ ഒക്കെ കുറച്ച് കുഞ്ഞതായിട്ടുള്ള സാധനങ്ങളെല്ലാം അവർ ഇതിൻ്റെ ഇടയിൽ ഡെക്കറേഷന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു.
അതിൻ്റെ എല്ലാം വില ചോദിച്ചുകൊണ്ട് ഞാൻ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ എടുക്കുന്ന മിക്ക സാധനങ്ങളും സെയിലിനില്ലാത്ത ഐറ്റംസുകളുമായിരുന്നു കേട്ടോ. എന്നാലും എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസുകൾ ഞാൻ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം നിങ്ങളിതൊന്ന് കാണുക, എന്നിട്ട് നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ എന്തൊക്കെയാണ് മേടിച്ചതെന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. കൂടുതലും ഇതുപോലെ വുഡിൻ്റെ ഐറ്റംസുകളാണ് ഉള്ളത്. പിന്നെ നമുക്ക് ക്രിസ്മസിൻ്റെ ടൈമിലല്ലാതെ നമുക്ക് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്യൂരിയോസും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ കേട്ടിട്ട് വാ. അതിനുശേഷം ഞങ്ങൾ എലമെൻ്ററിയുടെ ഒരു ഷോപ്പിൽ കയറി കേട്ടോ. ഈ വുഡാപ്പിളിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ ഇവരുടെ ഈ ഷോപ്പുള്ളത്. ഒത്തിരി നാളായി ഞാനിവിടെ വന്നിട്ട്. ഒരിടയ്ക്ക് ഞാൻ എലമെൻ്ററിയുടെ ഈ ഷോപ്പിൽ വന്നിട്ട് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമായിരുന്നു. വീട്ടിലേക്കുള്ള ഒരുപാട്, കിച്ചണിലേക്കുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളും കാര്യങ്ങളും. നമുക്കിത് ഇവർക്ക് ഓൺലൈനിലുണ്ട്, പക്ഷേ ഇപ്പം ഇച്ചിരി കുറവാണ് ഇവിടെ. ഞാനെന്നാലും ഈ സ്റ്റോറിൽ വന്നിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ തന്നെ ഓൺ പ്രൊഡക്റ്റ് എന്തോ അവർ ഇപ്പം കൂടുതൽ അവിടെ സെയിൽ ചെയ്യുന്നത്, ഫർണിച്ചറും ബാക്കി കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് കേട്ടോ. എന്നാലും അവരൊരു സെക്ഷൻ ഇതിനു വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ ഗോൾഡൻ സ്പൂണും ഒക്കെ നമുക്ക് നോക്കി നടക്കുന്ന ആൾക്കാർക്ക് ഇവിടെയുണ്ട്. പിന്നെ ഈ റൈസും ഫ്ലോറൊക്കെ ഇട്ട് വെക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ബാസ്ക്കറ്റുകളൊക്കെ വരുമല്ലോ, പൊട്ടറ്റോ, അതൊക്കെ. അതിൻ്റെയൊക്കെ വൈറ്റിൻ്റെയാണ് ഞാൻ കൂടുതലും കണ്ടേക്കുന്നത്. ഇവിടെ ബ്രൗണിൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകളുണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇപ്പോൾ അവർ കൂടുതലും ഇതുപോലെ ഫർണിച്ചർ ഇതുകളിലേക്കും, പിന്നെ ഭയങ്കര എന്താ പറയുക, ചെയർ, നമ്മൾ സിംഗിളായിട്ട് ഇടുന്ന ടൈപ്പ് മറ്റേ ചെയറും കാര്യങ്ങളിലേക്കുമൊക്കെ അവരുടെ ഇത് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സെക്ഷനെ എലമെൻ്ററിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടെ പോയതുകൊണ്ട് എനിക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ത്രോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ലിനൻ മെറ്റീരിയലിൻ്റെ ടൈപ്പിലുള്ള ഒരു ത്രോ ആയിരുന്നു അതുണ്ടായിരുന്നത്. എനിക്കത് ഇഷ്ടമായി. ഞാനതിൽ കുറച്ച് സ്നോ ഫ്ലേക്സും കാര്യങ്ങളും എല്ലാം ചെയ്തെടുക്കാം എന്നുള്ളൊരു
ഇതിലൊക്കെയാണ് ഞാൻ നോക്കുന്നുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്നത് ഒരു ഡെനിം മെറ്റീരിയലിൻ്റെ പോലത്തെ ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടും മിക്സാണ്. ഇതൊക്കെ നമുക്ക് താഴെ വയ്ക്കാൻ പറ്റുന്ന ക്യാൻഡിലിൻ്റെ വലിയ വലിയ ഡെക്കറേഷൻസും കാര്യങ്ങളും, വലിയ പീസുകൾ, പിന്നെ ഇതുപോലെയുള്ള യുണീക്കായിട്ടുള്ള ക്യൂരിയോസിൻ്റെ പീസുകളും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഞാനിവിടെ ഇടയ്ക്ക് പോകുന്നതാണ്. ഇപ്പം എൻ്റെ റൂമിൽ ഉള്ള ഒരു ക്ലോത്ത് ഇടുന്ന ഒരു സ്റ്റാൻഡ്, അതൊക്കെ ഞാൻ ഇവിടെ നിന്ന് എലമെൻ്ററിയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ കിച്ചണിലിരിക്കുന്ന ഒരു കുഞ്ഞു ക്ലോക്കും ഒരു മാഗ്നറ്റ് ബോർഡും ഉണ്ട്. അതും ഞാനിവിടെ ഈ എലമെൻ്ററിയിൽ നിന്ന് തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. അതിനുശേഷം പിന്നെ ഞങ്ങൾ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് ഒരു ചെടിയൊക്കെ നമ്മൾ മേടിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അങ്ങോട്ട് കയറി ഇത് ഞാനും ഇവിടെയും വന്നിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. ഒരിടയ്ക്ക് ഞാൻ ഈ ഫ്ലവറിങ് പ്ലാന്റ്സ് മേടിക്കാനായിട്ട് ഇവിടെ സ്ഥിരം വരുമായിരുന്നു. പിന്നെ എൻ്റെ ഫ്ലാറ്റിൽ നമ്മൾ ഈ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റുകൾ നമ്മൾ മേടിച്ചിട്ട് നമ്മളത് വീട്ടിൽ കൊണ്ടുപോയി കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് എനിക്ക് മര്യാദയ്ക്ക് നോക്കാൻ അറിയാത്തത് കൊണ്ടായിരിക്കാം, അതിൽ പിന്നെ ഫ്ലവർ അധികം ഉണ്ടാകാത്തത് കൊണ്ട് ഞാൻ പിന്നെ അധികം ഇങ്ങോട്ട് വരാറില്ല. എനിക്ക് തൊട്ടടുത്ത് തന്നെ ലില്ലീസാണുള്ളത്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ടാണ് പിന്നെ ലീഫി പ്ലാന്റുകളാണ് കൂടുതലും വെക്കാറുള്ളത്. പിന്നെ എനിക്ക് വീടിൻ്റെ ഉള്ളിൽ കൂടുതലും പ്ലാന്റ്സ് വളർത്തിയിട്ടാണ് കുറച്ചും കൂടി എനിക്ക് പ്രാക്ടീസ് ഉള്ളത്. പുറത്ത് നമുക്ക് നല്ല വെയിലൊക്കെ കിട്ടണം ഫ്ലവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ. അപ്പം ഭാവിയിൽ ഞാൻ വെക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പം ചെയ്യുമായിരിക്കും. അപ്പം ഇപ്പം ലിവിങ് ഏരിയയിലേക്ക് വലിയൊരു പ്ലാന്റ് ഷാൻചാണ്ണ നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കയറിയത് കേട്ടോ. നോക്കി ഷാൻചാണ്ണാണെങ്കിൽ ഷാൻചാണ്ണെ കഴിഞ്ഞ് 2 അടി പൊക്കം ഉയരമുള്ള പ്ലാന്റ്സ് ആണ് നോക്കുന്നുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു അതൊക്കെ ഇതുപോലെയുള്ള പ്ലാന്റുകൾ. അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും, അത് സർവൈവ് ചെയ്യില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, നമുക്ക് ഹാൻഡിൽ ചെയ്ത് പരിചയമുള്ള ചെടികളാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നാളത് നിൽക്കും. അതിനെ ഒന്ന് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ഒന്നാമത് വീടിൻ്റെ അകത്ത് പ്ലാന്റ് വെക്കുമ്പോൾ തന്നെ അതിനധികം വളർച്ച കുറച്ച് കുറവായിരിക്കും പുറത്തു നിന്നും നമുക്ക് കിട്ടുന്നത്. പിന്നെ ഷെയ്ഡിൽ വരേണ്ട ചെടികളും ഒക്കെ ഉണ്ടല്ലോ. എന്തായാലും എനിക്ക് ഈ ചെടികളുടെ ഇടയിൽ കൂടെയൊക്കെ കിടന്ന് നടക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു പാം ട്രീ ആണ് കേട്ടോ നമ്മൾ മേടിച്ചത്, ഫ്രണ്ട് റൂമിൽ വെക്കാമെന്നും പറഞ്ഞിട്ട്. ഇതും എനിക്ക് ഇഷ്ടമായി. ഈ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ഇതിൻ്റെ പേരെന്തോ പറഞ്ഞു, എനിക്ക് പേരൊന്നും പെട്ടെന്ന് ഓർമ്മ നിൽക്കില്ലേ. പിന്നെ ഒരു ഫിഗിൻ്റെ ട്രീയും ഞാൻ മേടിച്ചിട്ടുണ്ട്. ഫിഗിൻ്റെ ട്രീ ഞാൻ ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. അപ്പം ഇത് മൂന്നും കുറേ നേരം അതിൻ്റെ അകത്ത് കിടന്ന് കറങ്ങി തിരിഞ്ഞാണ് അത് മൂന്നും സെലക്ട് ചെയ്തത്. പീസ് ലില്ലിയൊക്കെ ഞാൻ ഇവിടെ പണ്ട് വരുമ്പം എപ്പോഴെപ്പോഴും മേടിച്ചുകൊണ്ടിരുന്നിരുന്ന ഐറ്റമാണ്. പക്ഷേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് എനിക്ക് ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ ചെന്നതിന് ശേഷം ഒരു 3-4 മാസമൊക്കെ ഒരു പ്ലാന്റിൽ നിന്ന് എനിക്ക് ഒത്തിരി പീസ് ലില്ലീസ് ഇങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പം അതെല്ലാം കഷ്ടപ്പെട്ട് വണ്ടിക്കകത്തോട്ട് കയറ്റി. നമ്മൾ വലിയ ചെടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അവരത് നമുക്ക് വീട്ടിലേക്ക് ഡെലിവറി ചെയ്ത് തന്നോളൂ. ഇതിപ്പോൾ എങ്ങനെയോ ഡിക്കിക്കകത്ത് എല്ലാം കൂടി കൊണ്ട് അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഇത് കണ്ടോ, ഇതെൻ്റെ ഈ വെയിൽ കിട്ടുന്ന ഭാഗം നോക്കി ഞാൻ ചെടികൾ വെച്ചിരിക്കുന്നതാണ്. ബാൽക്കണിയുടെ ഭാഗത്ത് ഉള്ള ചെടിയുടെ അത് പുള്ളിക്കാരനൊരു ഇത് കണ്ടിട്ടുണ്ട്. അത് പിന്നെ അവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ച് അല്ലേ ഒരു സമാധാനം വരുവുള്ളൂ. അപ്പോൾ നമ്മൾ പുതിയത് മേടിച്ച 2 ചെടി നമ്മൾ ഇവിടെയാണ് വെച്ചത് കേട്ടോ. ഇവിടെ വേറെ ചെടി ഉണ്ടായിരുന്നു മുൻപേ. അപ്പം ഇന്നിപ്പം പുതിയത് മേടിച്ചത് 2 എണ്ണം ഇങ്ങോട്ട് വെച്ചു, ഒരെണ്ണം നമ്മളവിടെ ഫ്രണ്ടിൽ വെച്ചു. നേരത്തെ കണ്ടില്ലേ നിങ്ങൾ, ഇത് ഇവിടെ വെച്ചു. ഇനി ചിലപ്പോൾ ചെടികളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഓർഡർ മാറ്റിയൊക്കെ ഒന്ന് ചെയ്യും കേട്ടോ. ഇവിടെ കുറച്ചധികം ചെടി വന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒന്ന് ഓർഡർ മാറ്റിയൊക്കെ ചെയ്യും. പിന്നെ ഇവിടേക്ക് വേണ്ടിയിട്ട് ക്രിസ്മസിന് കഴിഞ്ഞ വർഷം ഞാനൊരു ത്രോ മേടിച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് തീമിൽ. അതല്ലാതെ ഈ പ്രാവശ്യം ഇന്നിപ്പോൾ ഞാൻ പോയ എലമെൻ്ററിയിലെ അവിടെ നല്ല ത്രോസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ലിനൻ മെറ്റീരിയൽ പോലത്തെ ത്രോസാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അതിൽ കുറച്ച് സ്നോ ഫ്ലേക്സ് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്തിടാമെന്ന് വിചാരിച്ചിട്ടാണ് മേടിച്ചത് കേട്ടോ. നല്ല മെറ്റീരിയലായിരുന്നേ. ഇതൊരു ആഷ് കളറാണ് വരുന്നത് കണ്ടോ, നമ്മളുടെ വീടിന് ചേരുന്ന ഒരു കളറാണ്. അപ്പം ഇത് ഈ ചെയറിലേക്ക് നന്നാവുമെന്ന് തോന്നി കണ്ടോ, ഇങ്ങനെ കിടക്കുമ്പോഴേ. ഇതിന് പകരം ഇതിലേക്ക് മേടിച്ചതാട്ടോ. ഞാൻ വിടർത്തുന്നില്ല അത്. ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ
ഓ ഇതുമ്പോൾ റേറ്റ് ഇല്ലല്ലോ. 2000 സംതിങ് എന്തോ ആയിരുന്നു ഇതിൻ്റെ റേറ്റ് ഉണ്ടായിരുന്നത് കേട്ടോ. കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇന്ന് നമ്മൾ വുഡ് ആപ്പിളിൽ നിന്ന് എന്തൊക്കെയാണ് മേടിച്ചതെന്നുള്ളത് നോക്കാം. ഇതാണ് നമ്മൾ വുഡ് ആപ്പിളിൽ നിന്ന് ഫസ്റ്റ് അവിടെ നിന്ന് നോക്കിയിട്ട് ഞാൻ ആദ്യം സെലക്ട് ചെയ്ത സാധനം കേട്ടോ. ഇതൊരു ടേബിൾ ഡെക്കറേഷനാണ്. ടേബിളോ അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട് ടേബിളിലോ എവിടെ വേണമെങ്കിലും വെക്കാം, ഡൈനിങ് ടേബിളിലോ എവിടെയെങ്കിലും. ഇതിന് ഒരു 2900 ആണ് അയക്കുന്നത്. ഇതൊരു കാൻഡിൽ ഡെക്കറേഷനും കൂടിയാണ്. ഇവിടെ ഒരു 3 കാൻഡിൽസ് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ക്രിസ്മസ് ഇത് ഫുൾ അവർ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് റിമൂവ് ചെയ്യാൻ പറ്റില്ല. ക്രിസ്മസ് ഡെക്കറേഷന് തന്നെയേ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ ഞാൻ വുഡ് ആപ്പിളിൽ നിന്ന് എടുത്ത സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊരു നമ്മുടെ ഈ പോട്ടിലൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന മാതിരത്തെ ഒരു ഡെക്കറേഷൻ പീസാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ വേറെ ഫ്ലവേഴ്സോ 1-2 ചെറിയ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്കൊരു ക്രിസ്മസ് ഡെക്കറേഷൻ പോലെ നമുക്ക് പോട്ടിൽ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു ഏഞ്ചലിനെ ഇത് കണ്ടോ, ഇത് വുഡിൻ്റെ ഒരു ഏഞ്ചലാണ്. ഇതിന് വരുന്നത് ഒരു 765 ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് ഞാൻ ചെറുതാണ് എടുത്തത്. ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി വലുതും ഉണ്ട് കേട്ടോ. ഇതൊരു റെഡ് കളർ ഇതെടുത്തു. പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ ഒത്തിരി വീട് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3-4 വൈറ്റ് ഷെയ്ഡിലുള്ളത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു ഇച്ചിരി ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ കുറച്ച് അഴുക്കൊക്കെ പിടിച്ച മാതിരത്തെ ഒരു യെല്ലോ ഷെയ്ഡൊക്കെ ഇടയ്ക്ക് കയറിയിട്ടുള്ള ഇത്. പക്ഷെ ഒരു ഇതിൻ്റെ ലൈറ്റ് കത്തു കേട്ടോ. ഇത് ബാറ്ററി ഇച്ചിരി ഇതായിട്ട് ഇതാ എണ്ണോ ഇങ്ങനെ ലൈറ്റ് ഇതിൻ്റെ ഇങ്ങനെ ഒരു വീട് മേടിച്ചു. പിന്നെ ഒരു 2 ട്രീ ഡെക്കറേഷൻ മേടിച്ചു. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഒരു 2 എണ്ണം. ഇതിന് അത്യാവശ്യം പ്രൈസ് ഉണ്ട് കേട്ടോ. ഇത് കാണാനും നല്ല ഭംഗിയുണ്ട്. അവിടെ ഉണ്ടായിരുന്ന എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളുമാണ് കേട്ടോ. ഇത് ഒരെണ്ണത്തിന് 350 ആണ് ഇത്. പിന്നെ ഈ 2 റെയിൻഡേഴ്സിനെ മേടിച്ചു. ഇതൊരു സെറ്റായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് 900 അത്രയാണ് വരുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് ക്രിസ്മസിൻ്റെ സമയത്ത് വയ്ക്കാം. എനിക്ക് ഓൾറെഡി കാൻഡിൽ ഹോൾഡർ പോലത്തെ ചെറിയ റൗണ്ട് ഹാൻഡിൽസ് ഇല്ലേ, റൗണ്ട് കാൻഡിൽസ് ഇല്ലേ, അത് ഇടാൻ പറ്റുന്ന മാതിരത്തെ 2 റെയിൻഡേഴ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ ഇതും ഇപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ മേടിച്ചതാണ്. ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ പർച്ചേസിങ് ഉണ്ടായിരുന്നത്. ചെടി മേടിക്കാൻ യാതൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം പോണ വഴിക്കാണ് പറഞ്ഞത് നമുക്ക് ചെടിയും കൂടിയും നോക്കാം എന്നുള്ളതൊക്കെ. അപ്പോൾ 2ാമത്തെ ദിവസം ക്രിസ്മസ് പർച്ചേസിങ്ങിന് ഇറങ്ങിയിട്ട് ഇത്രയും സാധനങ്ങളാട്ടോ മേടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം.